ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തന്നെ നമ്മുടെ താമരക്കുളത്തിൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ ഉണ്ടല്ലോ, ചെടികളൊക്കെ ഒന്ന് മാറ്റി പുതുതായി സെറ്റ് ചെയ്യണം. കുറേ നാളായി അവിടെ ഒന്ന് നമ്മൾ റീസെറ്റ് ചെയ്തിട്ട്. അപ്പോൾ തോട്ടം എപ്പോഴും പുതുമ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെടികൾ മാറ്റി മറിച്ചൊക്കെ വെച്ചാലാണ് തോട്ടത്തിനൊരു പുതുമയും നമ്മൾക്ക് കാണാനൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. ചെടികളൊക്കെ ഒന്ന് മാറ്റി വെച്ച് പുതുതായി പുതിയ ചെടികളൊക്കെ ഒന്ന് വെച്ച് ഒരു പുതുമ ഉണ്ടാക്കുക. തോട്ടം റീസെറ്റ് ചെയ്തിട്ട് താമരക്കുളത്തിൻ്റെ ചുറ്റുമാണ് കേട്ടോ. ഇത് താമരക്കുളം കണ്ട, വെള്ളം കണ്ട, വെള്ളം താമരക്കുളത്തിൻ്റെ കൂടെ. അപ്പോൾ താമരക്കുളത്തിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ടയറിൽ വെച്ചിരിക്കുന്ന റിബൺ ഗ്രാസൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ മാറ്റാൻ പോകണം ഇവിടെ നിന്ന് കേട്ടാ. ഇതെല്ലാതും നമുക്ക് എടുത്ത് മാറ്റാം. ഇതെടുത്ത് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് പൂവിടുന്ന ചെടി വയ്ക്കാം. ലണ്ടാന വെച്ചെടുക്കാം. കണ്ട, ഇത് പൂത്തിക്കണ വയ്ക്കുക, എന്ത് രസമെന്ന്. ടൊറേനിയ. ഇതിൻ്റെ വിത്ത് വീണിടത്തൊക്കെ ഇത് തൈകൾ മുളയ്ക്കും. അത്രയും നല്ല കുഞ്ഞിപ്പൂവാണിത്. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റാട്ടാ. അതേ ഇവിടെ ഒരു ക്രോട്ടൻ്റെ ഒരു ചെടി നട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ പറിച്ചെടുക്കാൻ പോണു. ഇത് വലിയൊരു കടയില്ല, അപ്പം അത് പറിക്കാൻ ഇത്തിരി പാടുണ്ട്. ഇങ്ങടാ ഇനി വീസ പടിഞ്ഞാട്ട് ഇല്ല, അങ്ങോട്ട് അങ്ങോട്ട്. ഇതൊരു 10-12 വർഷമായ ഒരു ക്രോട്ടൻ്റെ കടയിൽ കേട്ടാ. ചെടിയുടെ പറിച്ച് മാറ്റാം. എളുപ്പമല്ല കേട്ടാ പറിക്കല്. ഞങ്ങളുടെ ഹാർഡ് വർക്ക് കണ്ട. എന്നും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും ഇതുപോലത്തെ. വലിക്ക് ഓ അയ്യോ, വെട്ടിയെടുക്കാം അവിടെ കട. കണ്ട, ഇത്രയും വലിയ കടയിന് ഞങ്ങൾ പറിച്ചെടുത്തത്. ഇല്ല, മാറ്റി വെക്കാം. അപ്പം ഞങ്ങളിത് ഇപ്പം കുറച്ച് ചെടികളൊക്കെ അതേ ഇവിടേക്കിന് മാറ്റാൻ പോണത്. അപ്പോൾ ഇവിടെ ഒന്ന് വൃത്തിയാക്കാണ്ട് നമ്മൾ വെക്കുമ്പോൾ ഒരു ഷേപ്പിലൊക്കെ വെച്ചാലല്ലേ ചെടികൾ കാണാൻ ഭംഗി. മിനി തന്നെ അതൊക്കെ ഒന്ന് ഇതിൻ്റെ പഴയ വേരുകളൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ നീറ്റാക്കണം. അപ്പോൾ ഒരു ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചിന്. ആ താമരക്കുളത്തിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന റിബൺ ഗ്രാസൊക്കെ. റിബൺ ഗ്രാസ് അധികം നമുക്ക് വെയിൽ വേണ്ടാത്തൊരു ചെടീന് നല്ല ഭംഗിയിൽ വളരും. അപ്പോൾ ഇവിടെ ഈ കാർ പോർച്ച് വന്നതിന് ശേഷം ഇവിടെ ഒരു വെയിലും ഇല്ല. പൂക്കളുള്ള ചെടികളൊന്നും നമുക്ക് ഇപ്പോൾ ഇവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ ഗാർഡനൊക്കെ കൊളായി കിടക്കുന്നത്. വെയിൽ കുറഞ്ഞു തോട്ടത്തിൽ. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ വിചാരിക്കുന്നു വെയിലധികം ഇല്ലാത്ത ചെടികളൊക്കെ താമരക്കുളത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. പൂവിടുന്ന ചെടികളൊക്കെ നമുക്ക് താമരക്കുളത്തിൻ്റെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം, അല്ലെങ്കിൽ എല്ലാം വൈകും. ഈ പ്ലാന്റിന് നമ്മളിപ്പോൾ അവിടെ നിന്ന് മാറ്റി ഇവിടെ സെറ്റ് ചെയ്യാൻ പോണത്. ഇനി ഏറ്റവും വലിയ ഞങ്ങളുടെ ടാസ്ക് ടയറിലെ ചെടി പൊക്കാനുള്ളത്. അത്ര വലിയ കുഴപ്പമില്ല. അത് വെച്ചിരിക്കുന്ന തെങ്ങുമുട്ടി ഇവിടേക്ക് എത്തിക്കലാണ് വലിയ ടാസ്ക്. ഞങ്ങൾ രണ്ടാളും കൂടി അതിപ്പോൾ ഇവിടേക്ക് എത്തിക്കണം, താമരക്കുളത്തിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഞങ്ങൾ കണ്ടില്ലേ വയർക്കണ്. കണ്ട തെങ്ങുമുട്ടികൾ
ആ ബുൾഡോസർ പോണു റോട്ടിൽ കൂടെ ബുൾഡോസർ അതിന്റെ ശബ്ദം ഇപ്പൊ വരുന്നുണ്ട്. തെങ്ങുമുട്ടി അങ്ങോട്ട് എടുത്തു ഓരോന്ന് കൊണ്ട് ഇതൊറ്റയ്ക്ക് എടുത്താ ഇതേ ഒറ്റയ്ക്ക് താങ്ങിക്കൊണ്ടിരുന്നതൊക്കെ. പൈപ്പുള്ളോടെ ഏത് ചെടി വർക്കിന് ഇത് പൈപ്പ് ഏത് ചെടി ഏത് വലിയ പൈപ്പ് വെള്ളത്തിന്റെ ഇവിടെ ഒന്നും അതാ പടന്നു വന്നിട്ടുള്ള അടുത്തത് കൂടെ. ഒരു മിനിറ്റ് കയറ്റി വെക്കോ ഓരോന്നോട്. അപ്പൊ പിന്നെ ലെവൽ ചെയ്യാം. അത് മൂടും. അപ്പൊ നമുക്ക് സ്ഥലം കിട്ടേ. ഞാനത് നട്ടയിലോടുകൂടി വെക്കിയത് അടി കൂടെ ചാക്ക് പോയി. ഞാൻ എടുത്തപ്പോ ഇത് തോന്നിയേ നട്ടായി അടിയിൽ ടൈൽ വെച്ചുകൊണ്ട് ടൈലോടുകൂടി പൊക്കണം. അല്ലെങ്കിൽ ടൈൽ വെച്ച ശരിക്കും അതിനെന്താ ചാക്ക് ടൈല്, പക്ഷെ ലെവൽ ചെയ്യാൻ വേണ്ടി ടൈൽ വെച്ചത്. ഇപ്പതേ നമ്മൾ ഇവിടെ അതേ ഒരു ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കേട്ടാ. എല്ലാതും കിട് വെച്ച് താമരക്കുളത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ റിബൺ ഗ്രാസിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടേക്ക്. ഇവിടെ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് അത് സൂപ്പറായി ഇരുന്നോളും. കണ്ട, ഇനി താമരക്കുളത്തിൻ്റെ അവിടെ വേറെ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു നമ്മൾ. പൈപ്പൊക്കെ വാങ്ങിക്കൊണ്ട് വച്ചിട്ടുണ്ട്. കണ്ട, പൈപ്പ് ഇങ്ങനെ അളന്ന് മുറിച്ച് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണം നമുക്ക് ഇനി കൊങ്ങിണീരെ ചെടി വെച്ചുകൊടുക്കാനായിട്ട്. ലണ്ടാന വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ടെന്നത്. ഇനി നമുക്ക് ഈ പൈപ്പൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് സൂപ്പറാക്കണം. ഇത് ഇതുപോലെ വെച്ചാൽ ഒരു ഭംഗിയില്ല. അപ്പോൾ ഒന്ന് പെയിൻ്റ് അടിക്കണം നമുക്ക് പൈപ്പൊക്കെ. പെയിൻറ്റ് ഇത് സ്പ്രേ പെയിൻ്റൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതിൻ്റെ കളറ് ബ്ലൂ, ഈ നീല ഈ പൈപ്പുമ്മലൊക്കെ നമുക്കൊന്ന് അടിച്ച് സൂപ്പറാക്കി എടുക്കാം കേട്ടാ. സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 ഗുണമുണ്ട്. വേഗം നമുക്ക് ഇത് പെയിൻ്റ് അടിക്കലും കഴിയും, പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യും. അങ്ങനെ 2 ഗുണമുണ്ട് സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടിച്ചു തുടങ്ങിയാലോ. നന്നായി ഇങ്ങനെ കിളിക്കണം. കിളിക്കിയിട്ട് വേണം സ്പ്രേ പെയിൻ്റ് അടിക്കണമെങ്കിൽ നമ്മൾ ഓരോന്ന് എടുത്തിട്ടേ. കണ്ട നീല ഇതാണ് കളറ്. ഒരെണ്ണം എന്തേ അടിക്കൽ കഴിഞ്ഞു. ഈ മണ്ണിൻ്റെ അടിയിൽ പോണ ഭാഗത്തേക്ക് അടിച്ചില്ലേലും കുഴപ്പമില്ല, പെയിന്റ് തീരും നമ്മുടെ. ഇത് മണ്ണിട്ട് മൂടി പോണ ഭാഗമല്ലേ, ഇവിടെ അടിക്കണ്ട. എല്ലാതും അടിച്ചിട്ട് ഇനി കാണിച്ചു തരാം കേട്ടാ. 4 പൈപ്പ് നീല കളറും അടിച്ചു, 2 പൈപ്പ് ചുവപ്പും അടിച്ചു വെച്ചു. കണ്ട, മിക്സ് ചെയ്ത് വെക്കാന്ന് വെച്ചിട്ട്. ഇതിൻ്റെ ഇടയിൽ നീലയുടെ ഇടയിൽ 2 ചുവപ്പ് ഇരിക്കട്ടെ, കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമല്ലോ കാണാനായിട്ട്. ഇനി അടുത്ത വർക്ക് ഇവിടെ ഞങ്ങളുടെ ആദ്യം തന്നെ ഈ കുഴികളൊക്കെ വലിയ കുഴിയുണ്ട്, ഈ കുഴിയൊക്കെ ഒന്ന് മൂടണം. മൂടിയിട്ട് ഇവിടെ കണ്ട കാൻഡിൽ പ്ലാന്റ് അടിപൊളിയായിട്ട്. കാൻഡിൽ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പുറത്തേക്ക്.
അപ്പൊ ഇവിടെ നല്ല ഭംഗി ഉണ്ടാവില്ല. ആ പറിക്കാൻ കിട്ടുന്നുണ്ട്. എങ്ങോട്ടേക്കാണ്? അങ്കിട് തണലുള്ളവർത്തേക്ക് വെയിലുണ്ടേ? ഇതിനാ വേണ്ടേ? ഏയ് ഇതൊക്കെ മറ്റേ ജിഞ്ചർ റോസിന്റെ പോലത്തെ പ്ലാന്റ്. ഇതാണ് പൈപ്പുകൾ നമ്മളിപ്പോ ഇവിടെ താമരക്കുളത്തിന്റെ അവിടെ വെക്കാൻ പോണത്. ഇനിയിപ്പോ ഞാൻ മറയിച്ചിടാം അല്ലേ? എന്താണെന്ന് വെച്ചാൽ അവര് ഇവിടെ നടന്നോളൂ. ഈ ഭാഗം മണ്ണിലേക്ക് പോവും, ഈ ഭാഗം ഇങ്ങനെ വയ്ക്കും. ആ രണ്ടറ്റത്തും ചോപ്പ്, നടുവില് മുഴുവൻ നീല നീല. ആ മതിയാവില്ല. ആ എത്ര മതി. ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ താഴ്ന്നു പോകുന്നുണ്ട് മണ്ണിട്ട്. അച്ചേട്ടാ ഒരു മിനിറ്റ് മണ്ണിടും. നീല അളവ് നോക്കാം. ഇങ്ങനെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ എത്രത്തോളം പോകണമെന്ന് അറിയല്ല. ഇത് ആ ഇത്ര മണ്ണിൽ പോകുമ്പോ ശരി മൂടിക്കാം. ഇപ്പൊ നമ്മള് ഈ പൈപ്പുകളൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടു. കണ്ട ചോപ്പ്, നീല, കാണിച്ചുതരാട്ടാ പൈപ്പുകൾ ഇങ്ങനെ കുഴിച്ചിട്ടു. താമര കുളത്തിന് ചുറ്റും ഇതിലൊക്കെ നമുക്ക് ചെടി വയ്ക്കാം. ഇഷ്ടംപോലെ മണ്ണ് ഇത് പൈപ്പിൻ്റെ കടയ്ക്കാൻ മണ്ണ്. ഇതിലിനി മണ്ണും ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ നിറച്ച് പൈപ്പിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് വേണം നമുക്ക് ലണ്ടാന വയ്ക്കാനായിട്ട്. അടുത്ത പരിപാടി അത് കേട്ടാ. ഞങ്ങളിത് പോട്ടിങ് മിക്സ് ഇടുന്നു കേട്ടോ. ഇത് മണ്ണ്, ചാണകപ്പൊടി, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ കുറച്ച് സാഫ് ഇട്ടുണ്ട് ഞാനിതിൽ ഫംഗിസൈഡ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണാണ് ഇപ്പോൾ ഈ പൈപ്പിൽ നമ്മൾ നിറയ്ക്കുന്നത്. ഇനി പോട്ടിങ് മിക്സ് മിനി നിറയ്ക്കുമ്പോഴേക്കും ഞാൻ ചെടികൾ ഇട്ടിട്ടില്ല. തെറ്റാണോ വെള്ളയാണോ എന്നറിയില്ല. ഇതില് നടാന്നറിയാ. ഓ മണ്ണ് ഇനിയും വേണം മിനിയെ. കല്ലും കട്ട പോലുണ്ട് ഈ നിന്റെ മണ്ണ്. ഓ കുറച്ച് കൊലരി വെച്ച് പൊട്ടിക്കാം നമുക്ക്. നോക്കിയേ കുറച്ച് കൊലരി എന്ന്. അയ്യോ ഇതൊക്കെ ഒന്നും പിടിക്കൂല. അല്ലെങ്കിൽ ഇത് വെള്ളം തട്ടാണ്ടേ. കുറച്ച് മണ്ണൊക്കെ കൊട്ടിക്കളയാം നമുക്ക്, അല്ലെങ്കിൽ വേരോടാൻ ബുദ്ധിമുട്ടാവും. ഓ വെറുതെ അല്ല, ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഐറ്റം ഉണ്ട്. നോക്കിയേ ഈ കപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കപ്പിൽ വെച്ചിട്ടാണ് വേര് പിടിപ്പിച്ചിട്ടുള്ളത്. കണ്ട ഇങ്ങനെ നട്ടു കൊടുക്കാം, അല്ലാണ്ട് ശരിയാവില്ല. അത് വേറെ പടരുന്നത് ഇത് അയ്യറ്റത്ത് നടാ പടരുന്നത്. ചോപ്പ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കപ്പൊക്കെ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. പറിച്ചെടുത്തിട്ട് വേണം നടാൻ, അല്ലെങ്കിൽ ശരിയാവില്ല. വളരില്ല. അവ കാണിക്കുന്നു നോക്കിയേ. വീട്ടിൽ ചോപ്പ് നട്ടു. മണ്ണിടണം ഇതിലൊക്കെ, മണ്ണില്ല.
ചിലയിലൊന്നും കപ്പ് കിട്ടണില്ല. 2 തൈ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. ഈ ലണ്ടാന തൈയൊക്കെ നമ്മൾ വാങ്ങിയത് ഇവിടെ അടുത്തുള്ള ഒരു നഴ്സറിയിലാണ്, നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ. ഒരു തൈക്ക് 45 രൂപ മേടിച്ചു ഈ കവറിലുള്ള ഒരു തൈ. അത്ര വില കൊടുത്ത് വാങ്ങിയതാ. നന്നായി പിടിച്ച് കഴിഞ്ഞിട്ട് വളർത്തും. വെയിൽ വേണം ഇതിനെ. വെയിലിങ്ങനെ ഉണ്ടാവുമല്ലോ. ഈ കപ്പിലിങ്ങനെ ഉറച്ചു കപ്പും കൂടി അല്ലാതെ ചെളിമണ്ണ് എന്താ പറയാ പാറ പോലെയുണ്ട്. ഇത് ഞാൻ കൊണ്ടുവരുമ്പോൾ ഇത് വെള്ളമൊന്നും ഇല്ലാണ്ട് നിന്നിട്ട് ഞങ്ങൾ ഇത് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടാണ് ഇപ്പം ഇത് ഈ പരുവായിട്ടുള്ളത്. നമ്മുടെ ലണ്ടാന വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ. ഇതേപോലെ ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് പൂക്കൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതും വെക്കൽ കഴിഞ്ഞു. 4 കളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. മഞ്ഞ, ചുവപ്പ്, വെള്ള, വൈലറ്റ്. വിളിക്ക്. ഹിറ്റ്ലർ ഹിറ്റ്ലർ. അയ്യോ അയ്യോ, നമ്മുടെ ചെടിയൊന്നും നശിപ്പിക്കില്ല. വിളിച്ചിട്ടുണ്ടോ ഇനിയെ? വിളിച്ചിട്ടുണ്ടോ? അയ്യോ, അവൻ ബോൾ കളിക്കും തോട്ടത്തിൽ. ഓട് 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 ഹിറ്റ്ലർ, ഓട് ഓട് ഓട്. ടാറ്റ പറയ് ഹിറ്റ്ലറെ. എന്നിട്ട് അടിയില്ല, ഇന്ന് ഹിറ്റ്ലറാണ്. ബൈ ബൈ പറയ്. ഇതിനൊക്കെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നാളെ വെയിൽ വരുമ്പോ ഒക്കെ വാടിപ്പോവും. കുത്തി പറിച്ചെടുത്തതല്ല കപ്പിന്റെ ഉള്ളിൽ നിന്നൊക്കെ. നന്നായി നനയ്ക്കണം നമുക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനി ഞങ്ങൾ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.